മുൻ എം.എൽ.എ. പി കെ ശശിക്ക് മുന്നറിയിപ്പുമായി CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PM ആർഷോ. CPM ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ അഷ്റഫിനെയും ആർഷോ ഭീഷണിപ്പെടുത്തി. മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ 2 കാലും കുത്തി നടക്കില്ലെന്നായിരുന്നു ഭീഷണി. വൈകാരികമായ തിരിച്ചടി ഉണ്ടാകും, വൈകാരികമായ പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണം താങ്ങുന്നതിനുള്ള ശേഷിയൊന്നും ഈ നാട്ടിൽ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പൊന്നുമോനുമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയണം. പറഞ്ഞു വന്നത്, ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തി, അല്ലയോ മഹാനുഭാവ ബഹുമാന്യനായ അസറപ്പെ, അങ്ങ് ചെയ്ത പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധാണ്, അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമല്ല. പൊന്നുമോനെ അസറപ്പെ, മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ എലിഞ്ഞ് ഏതേലും തമ്പുരാന്റെ വാക്ക് കേട്ട് കാലെടുത്ത് കുത്തിയാൽ 2 കാലിൽ നീ നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് CPM-നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാ. ഇത് കാലം കുറയായില്ല ഈ കോലിട്ട് കുത്തി തുടങ്ങിയിട്ട്. ഇറങ്ങി അങ്ങ് അടിക്കാൻ മണ്ണാർക്കാട്ട് CPM തീരുമാനിച്ചാൽ ഏതെങ്കിലും പുന്നാര മക്കള് ഈ മണ്ണാർക്കാട്ട് അങ്ങാടി കൂടെ വടക്കും കിഴക്കും നടക്കും എന്ന് കരുതുന്നുണ്ടോ? നടക്കില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ശശിയെ പൂട്ടാനാണോ ആർഷോയെ ഇറക്കിയിരിക്കുന്നത്? മാത്രമല്ല, അഷ്റഫ് ഇപ്പോൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശശിക്ക് ഇതിൽ പങ്കില്ല എന്നും, അതുപോലെ ഇതൊരു തമാശയ്ക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ അഷ്റഫ് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അനുനന്ദർ, ഈ മണ്ണാർക്കാട്ടെ CPM-ന്റെ അവിടുത്തെ പ്രാദേശിക നേതൃത്വവും PK ശശിയും തമ്മിലുള്ള ഈ പോര് തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു പരിപാടിയിലേക്ക് PK ശശിയെ ക്ഷണിച്ചതായിരുന്നു ആദ്യം വിവാദമായത്. പിന്നീട് ശശി ആ പരിപാടിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രാദേശിക നേതൃത്വം പറഞ്ഞെങ്കിലും ജില്ലാ ഘടകം പങ്കെടുക്കണമെന്ന് അറിയിച്ചതോടെ ഇവർ ആ പരിപാടിയിൽ പ്രാദേശിക നേതൃത്വവും പങ്കെടുക്കുകയായിരുന്നു. അതിനിടെ ഈ PK ശശിയെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ട് പാലക്കാട്ടെ VK ശ്രീകണ്ഠൻ MP-യും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു 8:55 മണ്ണാർക്കാടുള്ള CPM-ന്റെ ഓഫീസിലേക്ക് ഒരാൾ അജ്ഞാതനെത്തി പടക്കം എറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് അഷറഫ് എന്ന CPM പ്രവർത്തകൻ തന്നെയാണ് പടക്കം എറിഞ്ഞതെന്നും ഇയാൾ PK ശശിയുടെ അനുയായിയാണെന്നുള്ളത് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPM അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ തന്നെ PK ശശിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും നടത്തിയിരിക്കുന്നത്. അതിലാണ് ഇത്തരത്തിൽ ശശിക്കെതിരെ ഭീഷണി സ്വരം ഉയർത്തിയിരിക്കുന്നത്. ഈ CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ SFI-യുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PM ആർഷോയാണ് വൈകാരികമായ തിരിച്ചടി നൽകുമെന്ന് പറയുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസ് ഓരോ CPM പ്രവർത്തകന്റെയും വൈകാരികതയാണ്. അതിനു നേരെ ആക്രമണം ഉണ്ടായാൽ ജനാധിപത്യമായ മറുപടി മാത്രമല്ല ഉണ്ടാവുക എന്നും വൈകാരികമായ തിരിച്ചടി നൽകുമെന്നുള്ളതാണ്. ആ പ്രതികരണം താങ്ങുന്നതിനുള്ള ശേഷി ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഒരു പൊന്നുമോനും ഉണ്ടാവില്ല എന്നൊക്കെ തരത്തിലാണ് പറയുന്നത്. ഏതെങ്കിലും തമ്പുരാന്റെ വാക്ക് കേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ 2 കാല് കുത്തി നടക്കില്ല എന്നും അഷ്റഫിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും അഷ്റഫിനോട് എന്ന തരത്തിൽ പറയുന്നത് PK ശശിയോട് തന്നെയാണെന്നുള്ളതാണ്. പുലിക്കുലിയാട്ടെ തറവാട്ടിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്താൽ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നൊക്കെ ആയിരുന്നു ഈ പ്രകടനം നടത്തിയ സമയത്ത് മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. പുലിക്കുലിയാട്ടെ തറവാട് എന്ന് പറയുന്നത് PK ശശിയുടെ തറവാടാണ്. അങ്ങനെയെങ്കിൽ PK ശശിക്കെതിരെ പരസ്യമായിട്ടുള്ള ഒരു പോരിന് കൂടുതൽ ശക്തമായിട്ട് തന്നെ മണ്ണാർക്കാട്ടെ ഈ CPM നേതാക്കൾ ഇറങ്ങാൻ അതിന്റെ ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ കണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും അത് തുടരാനുള്ള സാധ്യത കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ അഷറഫ് താനതൊരു വൈകാരികമായിട്ട് ഇത് താൻ ചെയ്തത് തെറ്റിദ്ധാരണ മൂലമാണ് തന്നെ അവിടുത്തെ CPM-ന്റെ ഓഫീസിലേക്ക് പടക്കമെറിയാൻ തന്നോട് പറഞ്ഞത് ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ DYFI-യുടെ ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷറഫ് രംഗത്ത് വന്നിട്ടുള്ളത്. PK ശശിക്ക് മുന്നറിയിപ്പുമായി CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PM ആർഷോ. CPM ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ അഷ്റഫിനെയും ആർഷോ ഭീഷണിപ്പെടുത്തി. അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.